വെൽക്കം ടു ഹോം മെയ്ഡ്. കരിനെല്ലിക്ക അതെല്ലാവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അലുത്ത വെള്ള നാരങ്ങ അച്ചാറാണ്. ഇത് ഇടിയിറച്ചിയല്ല, ഫ്രഷ് ആയിട്ടുള്ള ബീഫ് തന്നെ വേവിച്ച് വറ്റിച്ച് പൊടിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇതും. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫാമിലിയിലുള്ള എല്ലാവരോടും കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാളിനിടയ്ക്ക് 400-ന് മുകളിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ. അതിൽ ഒരു 90% വീഡിയോസും ഫുഡ് റെസിപ്പീസാണ്. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസ് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് നല്ല രീതിയിൽ വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒന്നുകൂടെ എല്ലാവരോടും മനസ്സ് തുറന്ന് നന്ദി പറയുവാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഫാമിലിയിലുള്ളവരെല്ലാം ഇത്രയും വീഡിയോസിന് ഫുഡ് റെസിപ്പീസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത്. അപ്പം നമ്മുടെ ഈ ചാനലിലുള്ളവർ, നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാം തന്നെ ഫുഡുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഞാൻ കുറച്ച് ഫുഡ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്ക് ഞാനതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളുമായിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളിവിടെ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അച്ചാറുകളും ചമ്മന്തിപ്പൊടികളും ഒക്കെയാണ് കൊടുക്കുന്നത്. ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്ന ഫുഡ് പ്രോഡക്ട്സ് തന്നെയാണ് കേട്ടോ. വേറെ കെമിക്കലൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. അച്ചാറിലൊക്കെ വിനാഗിരി, ഉപ്പ്, എണ്ണ, ഇത് അല്ലാതെ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് ഏതൊക്കെയാണ് നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യത്തേത് തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ്. തേങ്ങ വറുത്തുണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി. അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോ. പച്ചമുളകും അതുപോലെ തന്നെ കാന്താരി മുളകും ചേർത്ത്, മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളക്കിട്ടതെന്ന് ഇവിടെ പറയും. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ്. തേങ്ങാ ചമ്മന്തിപ്പൊടി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ നാരങ്ങ വെള്ളക്കിട്ടത്. നല്ല അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അലുത്ത വെള്ള നാരങ്ങ അച്ചാറാണ്. പിന്നെ നമുക്ക് ട്രഡീഷണലായിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നതാണ് ഈ കരിനെല്ലിക്ക എന്ന് പറയുന്നത്. കരിനെല്ലിക്ക നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ മൺകലത്തിൽ വെച്ച് കറുപ്പിച്ചിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് ഉലർത്തിയെടുക്കുന്നതാണ് കരിനെല്ലിക്ക. അതെല്ലാവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അത് ഈ കരിനെല്ലിക്ക നമ്മൾ തരുന്നത് അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ സവോളയോ കുഞ്ഞുള്ളിയോ ചേർത്ത് കഴിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിക്കാൻ നേരത്ത് കുറച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുഞ്ഞുള്ളിയോ സവോളയോ അരിഞ്ഞു ചേർത്ത് നന്നായിട്ട് തിരുമ്മിയിട്ട് അതും കൂടെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട. കഞ്ഞിക്കും ചോറിനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ഈ കരിനെല്ലിക്ക. പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നി പൗഡറുണ്ട്, ഉഴുന്ന് പൊടിയില്ലേ, അത് കഴിക്കുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നെയ്യോ ചേർത്ത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ 2-3 ഡ്രോപ്പ് നെയ്യും കൂടെ ചേർത്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് ചേമ്പും താള് കൊണ്ടുള്ള അച്ചാറാണ്. എല്ലാവർക്കും ചേമ്പും താളെന്ന് കേൾക്കുമ്പോൾ അതത്ര രുചിയുണ്ടാവില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഈ ചേമ്പും താളച്ചാറിന്. അതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ആരോടെങ്കിലും പറയാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചേമ്പും താളാണെന്ന് ആരും പറയില്ല. അത്ര ടേസ്റ്റാണ്. നമ്മുടെ ചതാവേരി അച്ചാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് സാമ്യമുണ്ട്. പക്ഷേ നല്ല സോഫ്റ്റായിരിക്കും, നല്ല അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചേമ്പും താളച്ചാർ. പിന്നെ നമുക്കുള്ളത് കക്കായിറച്ചി അറിയാമല്ലോ. അത് എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ ചേർത്തലയിൽ ഇഷ്ടംപോലെ കക്കായിറച്ചി കിട്ടും. അപ്പോൾ കക്കായിറച്ചി വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന കക്കായിറച്ചി അച്ചാറാണ് അടുത്ത പ്രോഡക്റ്റ്.
മാസങ്ങളോളം കേടാവാതിരിക്കും. പേടിക്കേ വേണ്ട. ആവശ്യത്തിന് എണ്ണയും ഉപ്പും വിനാഗിരിയും ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നാളിത് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ അത് ചീത്തയാകാതിരുന്നോളും. വേറെ ഒന്നും നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ നമുക്കുള്ളത് മീനച്ചാറാണ്. അതിൽ ഏത് മീനാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും ഏത് മീൻ ഏതാണെന്നുള്ളത് പറയുക. അപ്പോൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരയാണ്, ട്യൂണ, അതാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ വേണ്ടപ്പോൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. കോൾ ഒഴിവാക്കിയിട്ട് വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഉപകാരമായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഏത് ഫിഷ് പിക്കിൾ ഏതാണ് ഉള്ളതെന്നുള്ളതൊക്കെ ആ സമയത്ത് നമുക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റമാണ് തൈര് മുളക് കൊണ്ടാട്ടം വെച്ചിട്ടുള്ള അച്ചാർ. അതിൽ ഈ തൈര് മുളകൊക്കെ ഇവിടെ തന്നെ നമ്മൾ തൈരിലിട്ട്, പച്ചമുളക് തൈരിലിട്ട് നീറ്റായിട്ട് ഉണക്കിയെടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് ഈ തൈര് മുളക് അച്ചാർ. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുളക് അങ്ങനെ തന്നെ കിടക്കുന്നതല്ല കേട്ടോ, ക്രഷ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ അച്ചാറാണ്. പിന്നെ അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ ബീഫ് ചതച്ചത്. ബീഫ് ചതച്ചതെന്ന് പറഞ്ഞാൽ ഇടിയിറച്ചിയല്ല, ബീഫ് ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇടിയിറച്ചി. ഇത് ഇടിയിറച്ചിയല്ല, ഫ്രഷ് ആയിട്ടുള്ള ബീഫ് തന്നെ വേവിച്ച് വറ്റിച്ച് പൊടിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇതും കുറേ ദിവസം നമുക്ക്, ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ബീഫ് ചതച്ചത്. അതുപോലെ തന്നെ ബീഫിൻ്റെ അച്ചാറും ഉണ്ട്. ഇത്രയും പ്രോഡക്റ്റ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. ആദ്യം 5 പ്രോഡക്റ്റിൽ തുടങ്ങി ഇപ്പോൾ 11 പ്രോഡക്റ്റ് വരെ എത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 മാസത്തിനുള്ളിൽ ഇത്രയും വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളും കൂടെ പറയുന്നതിനനുസരിച്ച് പുതിയ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലുള്ള പൗച്ചുകളിലാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലൊന്നും അയച്ചാൽ അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട്, റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പൗച്ചുകളിലാണ് അയക്കുന്നത്. അതിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കവറിൽ നിന്ന് മാറ്റി ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് സൂക്ഷിക്കുക. നനഞ്ഞ സ്പൂണൊന്നും ഇടാത്ത രീതിയിൽ നല്ല സേഫായിട്ട് ഈർപ്പിൽ കിടക്കാത്ത ബോട്ടിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2-3 മാസം എന്തായാലും അത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത്. പിന്നെ അത്യാവശ്യക്കാർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒട്ടും പേടിക്കേണ്ട, എണ്ണയൊന്നും ലീക്കാകാത്ത രീതിയിൽ നല്ല രീതിയിൽ സേഫായിട്ട് പാക്ക് ചെയ്താണ് നമ്മൾ അയച്ചു തരുന്നത്. എണ്ണയൊന്നും ഒട്ടും ലീക്കാവില്ല, ആ രീതിയിൽ നല്ല സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളുക. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പുതിയ വീഡിയോയിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.